Hello, this is designer Abhisha and welcome to my channel. ഇന്ന് നമ്മൾ ഒരു പുതിയ ഡിസൈനർ ഗൗൺ പരിചയപ്പെടാൻ പോവുകയാണ്. ഈ ഡിസൈനർ ഗൗൺ ഞാൻ ടിക്ടോക്ക് ഫെയിമായിട്ടുള്ള ആമി അശോകിന് വേണ്ടി മുമ്പ് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈൻ കണ്ടിട്ട് വേറൊരു കസ്റ്റമർ ഓർഡർ ചെയ്ത ഗൗണാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ വരുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ്. ഡിസൈനിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടാവും, ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഇൻട്രൊഡക്ഷൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ എംബ്രോയിഡറി ട്യൂട്ടോറിയൽസും സ്റ്റൈലിങ്ങിൻ്റെ ടിപ്സും ആണ് എൻ്റെ ചാനലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടന്റ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കണ്ടന്റിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്താം. ഇനി നിങ്ങൾക്ക് ഞാനിതിൽ കാട്ടുന്ന ഏതെങ്കിലും ഡിസൈന് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു നമ്പർ ഇടുന്നുണ്ടാവും, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും കൂടി പറ്റും. പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസൈൻ. അപ്പം നമുക്കിതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഇത് മെറ്റീരിയലിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ ടോപ്പ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഒരു സിൽക്കിൻ്റെ മിക്സ് വരുന്നൊരു തുണിയാണ്. ഇത് ഏതാണ്ട് പ്യോർ സിൽക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറുള്ള തുണിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈൻസൊക്കെ ഉള്ള, പക്ഷേ പ്യോർ സിൽക്ക് അല്ല, ഒരു ടെക്സ്ചർഡ് ആയിട്ടുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത്. യോക്കിൻ്റെ ലൈനിങ് വന്നിട്ടുള്ളത് ക്രേപ്പാണ്. ഇനി താഴോട്ട് വരുവാണെങ്കിൽ താഴെ നമ്മൾ നെറ്റാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 3 ലെയർ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 3 കളേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ലെയർ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ്, സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് പിങ്ക് തന്നെയാണ്. തേർഡ് ലെയർ ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഫ്രിൽസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്, കാണാൻ പറ്റും. ഇതിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പാണ്. ആദ്യം നമ്മൾ ഈ ഒരു ബ്ലൂവിൻ്റെ ഏരിയയിൽ ബ്ലൂ കളർ ക്രേപ്പും താഴോട്ട് ഫ്രിൽസ് വരുന്ന ഏരിയയിൽ ഒരു പേർപ്പിൾ കളർ ലൈനിങ്ങും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടും ക്രേപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഫ്ലെയർ നോക്കുകയാണെങ്കിൽ അടിയിൽ ഫ്രിൽസ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന് ഫ്ലെയർ ഉണ്ട്. പ്രത്യേകിച്ച് സ്റ്റിഫ്നെറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ തന്നെ ഇതിന് അത്യാവശ്യം വിരിവ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് സ്റ്റിഫ്നെറ്റ് ഒന്നും ആഡ് ചെയ്യാത്തത്. ഇതിന് എംബ്രോയിഡറി പോർഷനിലേക്ക് നമുക്ക് പോവാം. ഇതിന് മെയിനായിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളത് നെക്കിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബോർഡറുമായിട്ടുമാണ്. നെക്കിലും ബോർഡർ വർക്ക് തന്നെയാണ്. ബോർഡർ വർക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സീക്വൻസും കട്ട് ബീഡ്സും പിന്നെ ഹാഫ് ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സീക്വൻസിൻ്റെ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ പേർപ്പിളും ബ്ലൂ കളറിലും ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞത് 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്, പിങ്കും ബ്ലൂവും പർപ്പിളും. അതുകൊണ്ട് തന്നെ പിങ്ക് ബേസ് വന്നതുകൊണ്ടാണ് ഇതിൻ്റെ വർക്കെല്ലാം പേർപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ബ്ലൂ പേർപ്പിൾ ഷെയ്ഡിലാണ്. പിന്നെ ലീവ്സും കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഈ ചെറിയ ലീവ്സ് ചെയ്തിട്ടുള്ളത്, അതും അതേ ഷെയ്ഡിങ് തന്നെയാണ്. പിന്നെ ഒരു മെറ്റാലിക് ഗ്രേ കളറിലുള്ള ഹാഫ് ബീഡ്സും അതേപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ കളറിലുള്ള ചെറിയ ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത്, ബോർഡർ വർക്ക്. ഇനി സ്ലീവിലേക്ക് വരികയാണെങ്കിൽ സ്ലീവിൽ ലൈൻസ് പോലെ ആണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ്, അതെല്ലാം ഹാഫ് ബീഡ് ഒഴികെ ബാക്കിയെല്ലാം ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തതാണ്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് ആ ബീഡ്സ് നോക്കിയാൽ കാണാം, ഒരു സിൽവർ കളർ വന്നിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലൂ കട്ട് ബീഡ്സിൻ്റെ നടുക്കായിട്ട് പേർപ്പിൾ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സെറ്റ് നോക്കുകയാണെങ്കിൽ പേർപ്പിൾ കട്ട് ബീഡ്സിൻ്റെ നടുക്ക് ബ്ലൂ സീക്വൻസ് ആണ് കൊടുത്തത്. ഈ ഒരു പാറ്റേണിലാണ് സ്ലീവിൽ വർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എംബ്രോയിഡറി പോർഷൻസ് വരുന്നത്. സ്ലീവിലും അതുപോലെ തന്നെ ആ ഷുഗർ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിലും സ്പ്രെഡിങ് ഉണ്ട്. അപ്പോൾ യോക്ക് ഏരിയയിലും സ്ലീവിലും മാത്രമേ വർക്ക് വരുന്നുള്ളൂ, താഴോട്ട് പ്ലെയിൻ ആണ്. പക്ഷേ ആ ഒരു മൾട്ടി കളർ എഫക്റ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർഫുൾ ഗൗണാണ്. സെമി പാർട്ടി വെയർ മാത്രമല്ല, നിങ്ങൾക്ക് സ്പെഷ്യൽ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇടേണ്ട സാഹചര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നമ്മൾ ഈ ഡിസൈന് കോട്ടൺ ക്യാൻഡി പാറ്റേൺ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടാണ് ആ ഒരു പാറ്റേൺ അങ്ങനെ പറയുന്നത്. അപ്പം
ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.